മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ഒ പി ബ്ലോക്ക് ഗേറ്റ് പോലീസ് അടച്ചിട്ടു. സൂപ്രണ്ടിനെ കണ്ടിട്ടേ മടങ്ങുമെന്ന് പ്രവർത്തകർ. ഒ പി ബ്ലോക്കിന് മുന്നിൽ പ്രതിഷേധം. ബിനിൽ ലീല സാബു വിവരങ്ങളുമായി ചേരുന്നു. ബിനിൽ, എങ്ങനെയാണ് പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്? സ്വാതി, ഒ പി ബ്ലോക്കിന് മുന്നിലാണ് ഈ പ്രതിഷേധം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഗേറ്റ് പോലീസ് അടച്ചിട്ടുണ്ട്. രോഗികളൊക്കെ പുറത്ത് നിൽക്കുകയാണ്. രോഗികൾക്കൊപ്പമുള്ള ആളുകളൊക്കെ പുറത്ത് നിൽക്കുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ഈ തീപിടുത്തം ഉണ്ടായതിന് പിന്നാലെ 32 രോഗികളെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. എന്തായാലും അതിനുശേഷം 5 രോഗികൾ മരിച്ചു. അത് മെഡിക്കൽ കോളേജ് പറയുന്നത് പല ദിവസങ്ങളിലായി അവർക്ക് മരിച്ചത് അങ്ങനെയാണ്. അത് ഈ തീപിടുത്തവുമായി ബന്ധമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പ്രതിപക്ഷവും യൂത്ത് കോൺഗ്രസും ഒക്കെ പറയുന്നത് ഈ 5 പേർ മരിച്ചത് അവിടെ ഉണ്ടായ തീപിടുത്തത്തിന് പിന്നാലെയാണ്, രോഗം കൂടിയാണ് അവർ മരിച്ചതെന്നാണ് അവർ ആരോപിക്കുന്നത്. പ്രതിഷേധം ഇപ്പോൾ ഇവിടെ തുടരുകയാണ്. വലിയ പ്രതിഷേധമാണ് ഉള്ളത്. എന്തായാലും ഇതിൽ വീഴ്ചയില്ല എന്നാണ് ഈ ആശുപത്രി പറയുന്നത്. രോഗികൾ മരിച്ചത് എന്തുകൊണ്ട് അദ്ദേഹം കൃത്യമായ രോഗികളുടെ കണക്ക് 33 പേഷ്യൻസിനെയാണ് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിരിക്കുന്നത്. ഇതുവരെ അദ്ദേഹം അതിൽ എത്ര പേര് മരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്ന് അയാൾക്ക് പുറത്തു പറയാൻ എന്താണ് മടി? ഈ 33 പേരിൽ ഇന്ന് എത്ര പേർ ബാക്കി ജീവനോടെ ഉണ്ട് എന്ന് അദ്ദേഹം എന്ത് ചെയ്യണം? പൊതുസമൂഹത്തോട് പറയണം. തിരുവനന്തപുരത്താണ് മെഡിക്കൽ കോളേജിൽ വലിയ തരത്തിൽ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ. വിവരങ്ങളാണ് ബിനിൽ നൽകിയത്.